സാധാരണക്കാരുടെ ജീവിതങ്ങളെ അസാധാരണ മിഴിവോടെ അവതരിപ്പിച്ച നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന് വിട നൽകാൻ കലാകേരളം. രാവിലെ 10 മണിക്ക് തൃപ്പൂണിത്തുറ കണ്ടനാട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. ഇന്നലെ കണ്ടനാട്ടെ വീട്ടിലേക്കും ടൗൺ ഹാളിലേക്കുമായി ആയിരങ്ങളാണ് പ്രിയ നടനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തിയത്. അർജുൻ മട്ടന്നൂരും സജോ ദേവസിയും വിവരങ്ങളുമായി ചേരും. ആദ്യം അർജുൻ മട്ടന്നൂരിലേക്ക്. അർജുൻ, ഇന്നലെയാണ് മലയാളത്തിന്റെ മഹാനടൻ പ്രിയപ്പെട്ട ശ്രീനിവാസൻ സാംസ്കാരിക ലോകത്തോട് വിട പറഞ്ഞത്. ഇന്ന് എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? എന്തൊക്കെയാണ് വിവരങ്ങൾ? മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനിക്ക് വിട നൽകുകയാണ് മലയാളികളും മലയാള സിനിമാ പ്രേക്ഷകരും. അദ്ദേഹം ഇന്നലെ രാവിലെ 8:30 കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. അതിനുശേഷം ഇന്നലെ ഉച്ചക്ക് എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് നമ്മൾ കണ്ടതാണ്. 100 കണക്കിന് ആളുകളാണ് ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തിയത്. അവിടെ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി സിനിമാ മേഖലയിൽ നിന്നും മാത്രമല്ല മറ്റ് സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിൽ നിന്നുമൊക്കെ തന്നെ നിരവധി ആളുകൾ ഇന്നലെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം തന്നെ കണ്ടനാടുള്ള അദ്ദേഹത്തിൻ്റെ ഈ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. സിനിമാ മേഖലയിൽ നിന്നുള്ള അടുത്ത സുഹൃത്തുക്കളടക്കം നിരവധി പേർ ഇന്നും കണ്ടനാടുള്ള വീട്ടിലേക്ക് എത്തും എന്ന കാര്യം ഉറപ്പാണ്. ഇന്നലെ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള താരങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തുകയും ചെയ്തിരുന്നു. ജനിച്ചത് കണ്ണൂരിലെ തലശ്ശേരിക്കടുത്തുള്ള പാട്യത്താണെങ്കിൽ പോലും അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം ജീവിക്കുന്നത് കൊച്ചിയിൽ തൃപ്പൂണിത്തുറക്കടുത്തുള്ള ഈ കണ്ടനാടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. ഇവിടെ ഈ വീടിനോട് ചേർന്ന പാടശേഖരവും അവിടെയുള്ള കൃഷിയുമൊക്കെ തന്നെ പല തവണ വാർത്തകളിൽ നിറഞ്ഞതാണ്. ജൈവ കൃഷിയുമൊക്കെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനടക്കം ഇവിടെ കൃഷിയൊക്കെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും മക്കൾ അതോടൊപ്പം തന്നെ അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ കണ്ടനാടുള്ള വീട്ടിൽ ഉണ്ട്. അതിന് അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തേക്ക് എത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 10 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. സിനിമ രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇന്നും കണ്ടനാടുള്ള വീട്ടിലേക്ക് എത്തുമെന്ന കാര്യം ഉറപ്പാണ്. മലയാളികളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ഒരു കലാകാരൻ, നടനാവുക എന്നതിനപ്പുറത്തേക്ക് സിനിമാ മേഖലയിലുള്ള സർവ്വ മേഖലകളിലേക്കും എത്തിയ ഒരു കലാകാരൻ, നിരവധി തിരക്കഥകളിലൂടെ മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ച കലാകാരൻ, അങ്ങനെ ഒരു കലാകാരൻ ഓർമ്മയാവുകയാണ്. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി 100 കണക്കിന് ആളുകൾ ഇന്നും ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം സജോ ദേവസി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജോ, ഇപ്പോൾ അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, അനേകായിരം മനുഷ്യന്മാരാണ് വിവിധ മേഖലകളിലുള്ളവർ, പ്രമുഖരടക്കം അവസാനമായി ശ്രീനിവാസനെ കാണുവാനായി ഒഴുകിയെത്തിയത്. ഇന്നും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനും ഒരുപാട് ആളുകളെ നമുക്ക് സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിന്നടക്കം അവിടെ പ്രതീക്ഷിക്കാം, അല്ലേ? ഉറപ്പായും അസാധാരണമായ പ്രതിഭാവിലാസം കൊണ്ട് മലയാള സിനിമയുടെ ഒരു ചരിത്രത്തെ തന്നെ നിർണയിച്ച കലാകാരനാണ് യഥാർത്ഥത്തിൽ കുറച്ചു നേരത്തെ വിടവാങ്ങി പോകുന്നത് എന്ന വലിയ വേദനയുണ്ട്. ചലച്ചിത്ര രോഗം ഒന്നടങ്കം അതിൻ്റെ ഒരു പരിച്ഛേദം തന്നെ ഇന്നലെ കണ്ടനാട്ടെ വസതിയിലേക്കും ഒപ്പം ടൗൺ ഹാൾ പൊതുദർശനത്തിനായി എത്തിച്ച ടൗൺ ഹാളിലേക്കുമൊക്കെ ഒഴുകിയെത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിൽ, കണ്ടനാട്ടെ വസതിക്ക് മുന്നിലാണ്. ഇങ്ങോട്ടേക്ക് ചലച്ചിത്ര മേഖലകളിൽ നിന്നുള്ള അനവധി പേർ ഇന്നലെ മുതൽ തന്നെ എത്തിയതാണ്. ഇനിയിപ്പോൾ ഇവിടെ സ്ഥലപരിമിതി അടക്കമുണ്ട്, പക്ഷെ അപ്പോഴും ഇങ്ങോട്ടേക്ക് നിരവധി ആളുകൾ ഒഴുകിയെത്തുന്നത് കാണാം. കാരണം 48 വർഷക്കാലം, അതെന്ന് വെച്ചാൽ 4.5 പതിറ്റാണ്ട് കാലത്തിലധികം മലയാള സിനിമയെ നിർണ്ണയിക്കുന്നതിൽ ബൗദ്ധികമായ തമാശകൾ കൊണ്ടും അതല്ല വലിയ ചിന്താബോധ്യങ്ങൾ കൊണ്ടുമൊക്കെ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത് കടന്നുപോയ മനുഷ്യനാണ്. മലയാള സിനിമയുടെ ഒരു ഭാവുകത്വത്തെ തന്നെ, ആധുനിക മലയാള സിനിമയിൽ ബൗദ്ധിക നർമ്മം കൊണ്ട് ഒരു കാലത്തെ തന്നെ അടയാളപ്പെടുത്തിയ മനുഷ്യനാണ് വേർപെട്ടു പോകുന്നതെന്നൊരു
പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതുകൊണ്ട് അത് അത്രത്തോളം ആ വേർപാട്, ആ വിയോഗം അവശേഷിപ്പിക്കുന്ന ശൂന്യതയുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഇവിടെ താമസം ആരംഭിച്ചത് മുതൽ ഈ പ്രദേശത്തുള്ള ആളുകളുമായിട്ടുള്ള ഇടപെടൽ, കാരണം അദ്ദേഹം കാർഷിക മേഖലകളിൽ, ഒപ്പം അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ തൻ്റെ നിലപാട് എപ്പോഴും സംശയലേശമന്യേ ആവർത്തിച്ചുറപ്പിച്ച് പറയാൻ മടി കാണിക്കാത്ത ഒരാളായിരുന്നു എന്ന കാര്യമുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ചലച്ചിത്രാസ്വാദകർ മുതൽ അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ കലാവഴികളിലുടനീളം ഒപ്പം നിന്ന ആളുകൾ, അകലെ നിന്ന് കണ്ട ആളുകൾ, അത് ആസ്വദിച്ച ആളുകൾ എന്ന് തുടങ്ങി അനേകം മനുഷ്യർ അടമുറിയാതെ ഒഴുകിയെത്തുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലെ പല പ്രയോഗങ്ങളും ശ്രീനിവാസൻ സിനിമയിലെ ഡയലോഗുകളാണ് എന്ന് നമ്മൾ പോലും അറിയാതെ സ്വാഭാവികമായി ഉപയോഗിക്കുന്നുണ്ട്. എന്താടാ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്, ക്യാമറയും കൂടെ ചാടട്ടെ, പോളണ്ടിനെ കുറച്ചൊരു അക്ഷരം മിണ്ടരുത്, അതെനിക്കിഷ്ടമല്ല, വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് തുടങ്ങി എത്രയെത്ര പ്രയോഗങ്ങളാണ് നിത്യജീവിതത്തിൽ മലയാളി ഉപയോഗിച്ചു പോരുന്നത്. ശ്രീനിവാസൻ തിരക്കഥകൾ അത്രത്തോളം മലയാളിയുടെ, സാധാരണ മനുഷ്യരുടെ, മധ്യവർഗത്തിൻ്റെയൊക്കെ ജീവിതത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണ്. അത്തരം ഡയലോഗുകൾ സ്ഥിരമായി നമ്മൾ ഉപയോഗിച്ചു പോരുന്നുണ്ട്. അത്രയും വലിയൊരു അടുപ്പം ജീവിതവുമായി ഇഴചേർന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ, നമ്മളുടെ പ്രയോഗങ്ങളിൽ, നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ അങ്ങനെ മീമുകളായി പുതിയ കാലത്ത്, ജെൻസി കാലത്ത് അല്ലെങ്കിൽ ആൽഫ കാലത്ത് ഉപയോഗിക്കുന്ന പല മീമുകളും ശ്രീനിവാസൻ തിരക്കഥകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ബാക്കിയാക്കി അത്ര വലിയ സംഭാവനകൾ യഥാർത്ഥത്തിൽ നമ്മുടെ സാമൂഹിക മണ്ഡലത്തിലുണ്ട്, സാംസ്കാരിക ലോകത്തുണ്ട് എന്നതാണ് പ്രധാനം. അതാണ് ഈ വേർപാട് അവശേഷിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശൂന്യത. അതായത് മലയാളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്ലാസിക്കുകളിൽ നിന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന എത്രയോ ചലച്ചിത്രങ്ങൾ അദ്ദേഹം മലയാളത്തിന് സംഭാവന ചെയ്തു എന്നതാണ്. അതാണ് യഥാർത്ഥത്തിൽ ശ്രീനിവാസൻ എന്ന മഹാ കലാകാരൻ അവശേഷിപ്പിക്കുന്നത് എന്നത് പ്രധാനമാണ്. അതായത് ഭൂമി മലയാളം, മലയാള ഭാഷയും മലയാള സിനിമയും ഉള്ളിടത്തോളം കാലം അവശേഷിക്കുന്ന നിത്യഹരിതങ്ങളായ അനവധി സിനിമകൾ ബാക്കിയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഒരു കാലത്തെ തന്നെ അദ്ദേഹം തൻ്റെ സിനിമയിൽ സാധാരണക്കാരുടെ, മധ്യവർഗത്തിൻ്റെ ആശങ്കകളെ ഒക്കെ അങ്ങനെ അസാധ്യമായ മികവോടുകൂടി ക്ലാസിക്കുകളുടെ നിലവാരത്തിൽ അവതരിപ്പിച്ചു എന്നതാണ്. അദ്ദേഹം തിരക്കഥാകൃത്ത് എന്ന നിലയിൽ, അഭിനേതാവ് എന്ന നിലയിൽ അതുവരെയുള്ള പരമ്പരാഗത നായക സങ്കല്പങ്ങളെ തൻ്റെ പ്രതിഭാവിലാസം കൊണ്ട് തച്ചുടച്ച് കളയാൻ, അതോടൊപ്പം തന്നെ പലതരം അഹന്തകൾക്ക് നേരെ നല്ല ആക്ഷേപഹാസ്യം കൊണ്ട് തലതകർത്ത് കളയാൻ പോകുന്ന അസാധ്യ പ്രതിഭ വിടവാങ്ങിപ്പോകുന്നു എന്നൊരു കാര്യമുണ്ട്. സന്മനസ്സുള്ളവർക്ക് സമാധാനം, ടി പി ബാലഗോപാലൻ എം എ, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, തലയിളമന്ത്രം എന്ന് തുടങ്ങി, വരവേൽപ്പ്, സന്ദേശം, ഉദയനാണ് താരം, ഒരു മറവത്തൂർ കനവ്, അയാൾ കഥ എഴുതുകയാണ് തുടങ്ങി എത്രയോ ചലച്ചിത്രങ്ങൾ ഇന്നും നിത്യഹരിതമായി കാണുകയും ആ സീനുകൾ ആവർത്തിച്ച് കാണുകയും അത് പുതിയ കാലത്ത് ജെൻസിയും ആൽഫയും അടക്കമുള്ള ആളുകൾ അത് ആ വെർബൽ മീമുകളായോ മറ്റുമൊക്കെ കാണുന്നു എന്നതാണ് അതിൽ സവിശേഷമായ കാര്യം. അത്രയും മലയാളിയുടെ സാംസ്കാരിക മണ്ഡലത്തിൽ, പൊതുവിടത്തിൽ, നമ്മളുടെ പൊതുവായ വ്യവഹാരങ്ങളിലേക്ക് ഇഴചേർന്ന് നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഈ സമൂഹത്തിന് അപ്പാടെ, സമൂഹത്തിന് നേരെ ക്യാമറ തിരിച്ചു വെച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൂലിക അങ്ങനെയുള്ള കൃതികൾക്കാണ്, രചനകൾക്കാണ് ജന്മം നൽകിയതെന്ന് മാത്രമല്ല ആ പ്രതിഭാവിലാസം കൊണ്ട് അത് വളരെ സ്വാഭാവികമായി നർമ്മത്തെ നമ്മുടെ ഇടയിലേക്ക് അവതരിപ്പിച്ചു എന്നതാണ്. അതുകൊണ്ടാണ് ഈ വേർപാട് ഇത്ര വലിയ ഹൃദയഭേദകമായി പോകുന്നത്, അത് വലിയ നഷ്ടമാകുന്നത്. അത് ഉറപ്പായും അദ്ദേഹത്തിന് വിട നൽകാൻ ഒഴുകിയെത്തുന്ന അനേകരിൽ അത് സാംസ്കാരിക രംഗത്താട്ടെ അത് പ്രകടമാകുന്നുണ്ട്. ഉറപ്പായും 10 മണിക്കാണ് ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കാര ചടങ്ങുകൾ. പക്ഷെ അതൊരു അല്പം കൂടി നീണ്ടുപോയേക്കാമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. മലയാളത്തിന്റെ അത്രമേൽ പ്രിയപ്പെട്ട പ്രതിഭയ്ക്ക് വിട ചൊല്ലാനൊരുങ്ങുകയാണ് കലാകേരളം. സജോ ദേവസ്യയും അർജുൻ മട്ടന്നൂരുമാണ് ശ്രീനിവാസന്റെ വീട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. തൃപ്പൂണിത്തുറയിലെ സ്വവസതിയിൽ ഇന്ന് രാവിലെ 10 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്.